ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇന്നും സ്നേഹിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തു നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അവിടത്തേക്ക് ഒരു ഇടം നൽകി അത്ഭുതങ്ങളുടെ താക്കോൽ ആയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. സങ്കീർത്തകൻ നമുക്ക് വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് പറയുന്നു, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണ്. തിരുവചനത്തിൽ അമിതായിയുടെ മകൻ യോനായോട് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അവരുടെ ദുഷ്ടതയ്ക്ക് എതിരെ വിളിച്ചു പറയുക. 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. എന്നാൽ നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അവർ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം അവരെ നശിപ്പിച്ചില്ല. സ്നേഹമുള്ളവരെ, ദൈവം ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം വെളിപ്പെടുത്തുന്നു, എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ അരികത്ത് വന്ന് ഇതാ നമ്മുടെ ദൈവം പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമായ ദൈവം നമ്മെ ഏവരെയും സ്നേഹിക്കുന്നു. നമ്മുടെ ഏതവസ്ഥയിലും ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ സാധിക്കും. ദൈവമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കും. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എന്നീരുമായുന്നവൻ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ദൈവം നമ്മുടെ നെടുവീർപ്പുകൾ ആനന്ദമായി മാറ്റുന്ന കർത്താവാണ്. കരുണാമയനായ കർത്താവ് നമ്മുടെ വഴികാട്ടിയായി എന്നും നമ്മോടൊപ്പം നിൽക്കുന്നു. അവിടുന്ന് ഇന്നും നമ്മെ സ്നേഹിക്കുന്നു. നമുക്കും അവിടുത്തോട് പറയാം, കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ജീസസ്. എന്നാത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ. എൻ്റെ അകത്താരിലേറും മുറിപ്പാടുകൾ മൃദു സ്നേഹത്താൽ സുഖമാക്കാനണയുന്നവൻ. അവൻ കരുണാമയൻ, എൻ പരിപാലകൻ, എന്നെ അലിവോടെ കാക്കുമെൻ ഈശോ. അവൻ കരുണാമയൻ, എൻ പരിപാലകൻ, എന്നെ അലിവോടെ കാക്കുമെൻ ഈശോ. ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമായ്ക്കാനണയുന്നവൻ. കർത്താവ് പറയുന്നു, ഞാനിതാ നിന്റെ ഹൃദയത്തിൽ വന്ന് മുട്ടിമുട്ടി വിളിക്കുന്നു. എൻ്റെ സ്വരം കേട്ട് നിന്റെ ഹൃദയം എനിക്കായി തുറക്കുമെങ്കിൽ ഞാൻ നിന്റെ ഉള്ളിൽ വരികയും
നാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. എത്രയോ സ്നേഹമുള്ള ഒരു കർത്താവ്. നമുക്ക് ആ കർത്താവിനെ സ്നേഹിക്കാം. അവിടുത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. എൻ വഴിത്താരയിൽ വിങ്ങും പൊരിവേനലിൽ എന്നും സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ. എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാനണയുന്നവൻ. അവൻ മമനായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങുമെൻ ഈശോ. നല്ല ഈശോയെ, അവൻ മമനായകൻ, എൻ വഴിയായവൻ. കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അരികത്തു കാവലായിരിക്കുന്ന നല്ല ദൈവമേ, ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്ന മിഴി നിറയുമ്പോഴും ഒഴുകുമ്പോഴും എൻ മിഴി നീരുമായ്ക്കാനണയും. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.